രീതികളിലൂടെ ഈ 10 രീതികളിലൂടെ അവതരിപ്പിക്കുന്നത് പിതാവും താനുമായിട്ടുള്ള ഐക്യത്തെക്കുറിച്ചാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വചനഭാഗത്ത് സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുക. 4 തരത്തിലുള്ള സാക്ഷ്യങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സാക്ഷ്യമാണ്. അത് 31 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങളിലാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 31 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങളിലാണ്. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിലും ഇതേ തത്വം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യങ്ങളാണ്. രണ്ടാമതായിട്ട് യേശുവിന്റെ തന്നെ പ്രവൃത്തികൾ നൽകുന്ന സാക്ഷ്യമാണ്. യേശുവിന്റെ തന്നെ പ്രവൃത്തികൾ നൽകുന്ന സാക്ഷ്യം. അത് ഈ നമ്മൾ ഒന്ന് വായിച്ച് ഇന്നത്തെ വചനഭാഗത്തിന്റെ 36-ാമത്തെ വാക്യത്തില് നമ്മളത് കാണുന്നു. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 31 തുടങ്ങി 38 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് പിതാവ് നൽകുന്ന സാക്ഷ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 37 തുടങ്ങി 38 വരെയുള്ള വാക്യങ്ങള്, 8-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, 14-ാം അധ്യായം 10-ാം വാക്യം ഒക്കെ പിതാവ് യേശുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യങ്ങളാണ്. 4 തിരുവെഴുത്തുകൾ നൽകുന്ന അല്ലെങ്കിൽ വചനം നൽകുന്ന സാക്ഷ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 39 തുടങ്ങി 47 വരെയുള്ളവ. സത്യത്തില് ഇന്നത്തെ തിരുസഭയുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്ന ഈ 4-ാം ഭാഗത്തുള്ള വചനഭാഗമാണ്. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 30 തുടങ്ങി 47 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും ദൈവവും പുത്രനും തമ്മിലുള്ള ഐക്യം എന്താണെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് 4 വിധ സാക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ സാക്ഷ്യം, യേശുവിന്റെ സ്വന്തം പ്രവൃത്തികൾ നൽകുന്ന സാക്ഷ്യം, പിതാവ് നൽകുന്ന സാക്ഷ്യം, വചനം നൽകുന്ന സാക്ഷ്യം. ഇതിന്റെ അകത്ത് വചനം നൽകുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് തന്നിട്ടുള്ള വചനഭാഗം. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് അല്പം കൂടി ആഴത്തിലേക്ക് പോവാം. വചനത്തിലൂടെ നമ്മൾ സാക്ഷികളാകണം. വചനത്തിലൂടെ നമ്മൾ വിശ്വാസത്തിലേക്കും സാക്ഷിത്വത്തിലേക്കും വളരണം. അതിന് തടസ്സമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വചനം പ്രതിപാദിക്കുക. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വെല്ലുവിളിയായിട്ടാണ് 38, 39, 40 വാക്യങ്ങൾ നിലനിൽക്കുക. അതായത് അയച്ചവനിൽ വിശ്വസിക്കാത്തതിനാല് വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വചനം നമ്മുടെ ഓർമ്മയിലുണ്ടോ ഇല്ലയോ, നമുക്ക് കാണാപ്പാടെ അറിയാവോ, വചനം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല. വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് വചനത്തിന് അനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്നുള്ളത്. വചനം വസിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഈ അയച്ചവനിലെ ക്രിസ്തുവിലേക്ക് ഉള്ള വിശ്വാസം നമുക്ക് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. 38-ാമത്തെ വാക്യത്തില് അതാണ് പറയുക. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ നമുക്കെതിരെയുള്ള ആരോപണം അതാണ്. ശരിയായ വിശ്വാസമില്ലാത്തത് കൊണ്ട് വചനം നമ്മളിൽ വസിക്കുന്നില്ല. വചനം നമ്മൾ പഠിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, വചനത്തോട് ആഭിമുഖ്യമില്ല എന്നൊന്നും അല്ല പറയണേ. വചനം ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമതായിട്ട് 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്ന വാക്ക് ഗ്രീക്ക് മൂലം എറുനോവ എന്നുള്ളതാണ്. എറുനാവോ എന്ന് പറഞ്ഞാല് വേട്ടനായ മണം പിടിച്ച് അന്വേഷിച്ചു പോകുന്നതിനെയാണ് ഈ എറുനാവോ എന്ന് പറയുക. ക്ലിയറായി കാണുന്നതായിരിക്കുന്നു. ആ വേട്ടനായ ഈ മണം പിടിച്ച് അതിന്റെ ഇരയെ അന്വേഷിച്ച് പോകുന്നത്
അതിനെ കല്യാണം കഴിക്കാനോ അതിനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ഒന്നുമല്ല. അത് ആക്രമിക്കാൻ വേണ്ടി പോണതാ, അതിന് തീറ്റയാകാൻ വേണ്ടി പോണതാ, അതിന്റെ ആവശ്യത്തിന് വേണ്ടി പോണത്. അപ്പം അന്വേഷണം, വചനാഭിമുഖ്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പ്രശ്നം. വചനം പഠിക്കുന്നു, വചനം വായിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, വചനം കുറിച്ചു വയ്ക്കുന്നു, വചനം ചുമരിൽ എഴുതി വയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വചനത്തോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വചനത്തിലൂടെ യേശുവിലേക്ക് എത്താൻ എന്നുള്ളത് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ എൻ്റെ അടുത്തേക്ക് 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കും. അപ്പൊ വചനത്തോട് നമുക്ക് ആഭിമുഖ്യമുണ്ട്, വചനത്തോട് ബന്ധമുണ്ട്. പക്ഷേ ഈ വചനത്തിലൂടെ ദൈവത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, യേശുവിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് രണ്ടാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം അതാണ്, യേശുവിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ഒന്നാമത്തെ ആരോപണം, നമുക്കെതിരെയുള്ള ആരോപണം, വചനം നമ്മളിൽ വസിക്കുന്നില്ല, അല്ലെങ്കിൽ വചനത്തിന് നമ്മൾ ജീവൻ കൊടുക്കുന്നില്ല, വചനം അനുസരിച്ച് ജീവിക്കുന്നില്ല. രണ്ടാമത്തെ ആരോപണം, ഈ വചനത്തിലൂടെ യേശുവിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. മൂന്നാമത്തെ ആരോപണം, നമ്മളിൽ ദൈവസ്നേഹമില്ല എന്നുള്ളത്. അതിന്റെ കാരണം പറയുന്നത്, മനുഷ്യരിൽ നിന്ന് മഹത്വം അല്ലെങ്കിൽ പുകഴ്ച, അംഗീകാരമൊന്നും ദൈവത്തിന്, ഡോക്സോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്, അതിങ്ങനെ പൊഴുത്തി പറയുക അല്ലെങ്കിൽ വലിയ ആദരവ് കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ആരോപണം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്നുള്ളതാണ് 42-ാമത്തെ വചനത്തിൽ. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അപ്പൊ മൂന്നാമത്തെ ആരോപണം, നമുക്കെതിരെയുള്ള ആരോപണം, നമുക്ക് ദൈവസ്നേഹമില്ല എന്നുള്ളത്. നാലാമത്തെ പ്രശ്നം ഇതാണ്, 43-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. അപ്പൊ ദൈവത്തെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിലുണ്ട്. വിശുദ്ധ കുർബാനയില് ദൈവത്തെ സ്വീകരിക്കലുണ്ട്, ജീവിതത്തില് ക്രിസ്തുവിനെ സ്വീകരിക്കലുണ്ട്, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ ദൈവത്തെ നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമ്പൂർണമായ ഒരു സ്വീകാര്യത വരുന്നുണ്ടോ? ദൈവത്തെ നമ്മൾ എല്ലാ തലത്തിലേക്കും സ്വീകരിച്ചിട്ടുണ്ടോ? അതോ ഭക്തിയുടെ ടൈം ടേബിൾ പ്രകാരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്താനുഷ്ഠാനത്തിന്റെ സമയത്ത് മാത്രമാണോ ദൈവത്തിന് സ്വീകാര്യതയുള്ളത്, അതോ മറ്റെല്ലാ സമയത്തും ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചിന്തനം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ നാലാമത്തെ ആരോപണം, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ള. അഞ്ചാമത്തെ ആരോപണം, നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. 43-ാമത്തെ വചനത്തിൽ തന്നെ പറയുകയാണ്, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. അവിടെ രണ്ട് അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചെടുക്കും. മറ്റൊരുവൻ എന്ന് പറയുമ്പോൾ അത് അന്തിക്രിസ്തു ആകാം, അന്തിക്രിസ്തു ആകാം എന്നുള്ള സൂചനയാണ്. ദാനിയേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലും ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിലും യഹൂദര് അന്തിക്രിസ്തുവിനെ സ്വീകരിക്കുകയും 7 വർഷത്തേക്ക് അന്തിക്രിസ്തുവുമായിട്ട് ഉടമ്പടി വെക്കുകയൊക്കെ ചെയ്യും എന്ന് പഴയ നിയമത്തിലെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വ്യാഖ്യാനം അന്തിക്രിസ്തു ആണ് എന്നുള്ളത്. രണ്ടാമത്തെ വ്യാഖ്യാനം ഏതൊരു മനുഷ്യനും എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള നമ്മുടെ മക്കള്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കന്മാര്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാവ്, നമ്മുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മറ്റേതെങ്കിലും വ്യക്തികൾ, സിനിമാ താരങ്ങൾ, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഏതൊരാളും
ഈ ഒരു ആരോപണത്തിന്റെ പ്രശ്നത്തിലെ പരിധിയിൽ വരുന്നതാണ്. നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. മറ്റുള്ളവരെ സ്വീകരിക്കും. ആറാമത്തെ, പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു എന്നുള്ളത്. അതായത് മനുഷ്യരിൽ നിന്ന് നല്ല വാക്ക് കേൾക്കാൻ, അംഗീകാരം കേൾക്കാൻ, പുകഴ്ച കേൾക്കാൻ, ആളാവാൻ ഒക്കെയുള്ള പ്രവണത നമുക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ കാര്യമൊന്നും ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് വരുന്നില്ല. ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുമോ, ദൈവത്തിന്റെ പുകഴ്ച കിട്ടുമോ, ദൈവത്തിന്റെ അംഗീകാരം നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മുടെ ചിന്തയല്ല. നമ്മുടെ ചിന്ത, നമ്മുടെ കൂട്ടുകാര് നമ്മള് കല്യാണത്തിന് പോകുന്നു, അവിടെ 4 പേരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് നിൽക്കാവുന്ന വേഷവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ആടയാഭരണങ്ങൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ അംഗീകാരം മേടിച്ച് പറ്റാൻ പറ്റുമോ, അവാർഡ് മേടിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ മനുഷ്യരുടെ മഹത്വം അല്ലെങ്കിൽ പുകഴ്ച, അംഗീകാരം ഇതൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുള്ള. ഏഴാമത്തേത്, ഏക ദൈവത്തിൽ നിന്ന്, 44-ാമത്തെ വചനമാണ്, ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുന്നു. ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം ഏതാ? അത് യേശുവാ. ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ആ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 43-ാമത്തെ വചനത്തിൽ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അന്വേഷിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഈശോ വയ്ക്കുകയാണ്. 44-ാമത്തെ വചനത്തില് ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം, അതായത് യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. 8-ാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. 44-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും. പിന്നീട് 45 തുടങ്ങി 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഈ യഹൂദരുടെ പ്രത്യേക പശ്ചാത്തലത്തില് ഈ വചനമൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, പക്ഷെ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രതിയോഗിയായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല, ഞാനായിരിക്കില്ല നിങ്ങളെ കുറ്റം വിധിക്കുന്നത്. നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആള്, ആ മോശ തന്നെയായിരിക്കും നിങ്ങളെ കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞ് യഹൂദരുടെ പെക്യൂലിയർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് ഈശോ ഈ വചനഭാഗം അവസാനിപ്പിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിന്റെ ഇന്നത്തെ വചന വിചിന്തന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ വചനം പഠിക്കുകയും വചനത്തോട് ആഭിമുഖ്യം പുലർത്തുകയും വചനത്തിലൂടെ നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ വചനത്തിലൂടെ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് വചനം നമ്മളിൽ വസിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് യേശുവിലേക്ക് എത്താൻ പറ്റിയോ, വചനത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റിയോ, വചനത്തിലൂടെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റിയോ, ഈ വചനത്തിലൂടെ യേശുവിനപ്പുറം നമ്മൾ മറ്റുള്ളവരെ സ്വീകരിക്കാനായിട്ടുള്ള മറ്റു മനുഷ്യരെയോ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെയോ ഒക്കെ സ്വീകരിക്കാനായിട്ട് നമ്മൾ വെപ്രാളപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും വേണ്ടിയിട്ടാണോ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്? ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വമായ ക്രിസ്തുവിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? നമുക്ക് ശരിക്കുള്ള വിശ്വാസം തന്നെയാണോ നമ്മുടേത്? ഈ 8 ചോദ്യങ്ങള് വചന പ്രഘോഷണത്തിലായിരിക്കുന്ന നമ്മൾ ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പ്രഘോഷിക്കുകയും പറ്റുന്നിടത്തൊക്കെ വചനം ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും ആ വചനം ഞങ്ങളുടെ അധരങ്ങളിലും ഞങ്ങളുടെ ബുദ്ധിയിലും ഞങ്ങളുടെ ഓർമ്മയിലും അല്ലാതെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അതിന് നീ ജീവൻ കൊടുത്ത വചനത്തിന് ഞങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്നു. ഞങ്ങൾക്ക് അത് പ്രായോഗിക രംഗത്തേക്ക് പലപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ വചനത്തെ അന്വേഷിക്കുന്നുണ്ട്,
വചനത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൂടെ നിന്നിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ സത്യം ഞങ്ങൾ തിരിച്ചറിയും. വചനം വായനയിലൂടെ, വചന മനനത്തിലൂടെ, വചനം ജീവിച്ചുകൊണ്ട് നിന്നിലേക്ക് എത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പലപ്പോഴും മറ്റു പല സ്നേഹങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നിന്നോടുള്ള സ്നേഹം, നീയുമായുള്ള സ്നേഹം, അത് കൂടുതൽ പ്രോജ്വലമാക്കാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ അപ്പത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുന്ന ഞങ്ങള് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അങ്ങയെ സ്വീകരിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയേക്കാൾ ഉപരി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് വിലമതിക്കുന്ന സ്ഥാനം കൊടുത്തിട്ടുള്ള വ്യക്തികളെ മാറ്റി പ്രതിഷ്ഠിക്കാൻ, നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട്, നിന്നെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്വീകരിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ കയ്യടികൾക്കും മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസയ്ക്കും പുകഴ്ചയ്ക്കും ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നിന്റെ പുകഴ്ചയിൽ നിന്ന്, നിന്റെ വഴികളിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. നല്ല ദൈവമേ, നിന്റെ നീയാകുന്ന മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ആ മഹത്വത്തിലേക്ക് ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ശരി.